രചകൻ ഉളിയന്നൂർത്തച്ഛനും പിന്നെ വള്ളോൻ വായില്ല കുന്നിലപ്പൻ വടുതലമരുവും നായർ കാരക്കൽ മാതാ ചെമ്മേ കേളുപ്പുകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടൻ അകവൂർച്ചാത്തനും പാക്കനാരും ഒറ്റപ്പാലം ഗായത്രി നമ്പൂതിരി സഭ ആർദ്രാമൃതം തിരുവാതിരക്കളി സംഘം വളരെ പ്രസക്തമായ പ്രമേയങ്ങളെടുത്ത് കാലത്തിനനുസരിച്ച് നവീകരിച്ച് തിരുവാതിരക്കളി ഊർജിതമായി നടത്തുന്നു. അഭിനന്ദനീയമാണ്. തിരുവാതിരക്കളി നമ്മുടെ തെക്കൻ ഭാരതത്തിന്റെ ഒരു നൃത്ത പാരമ്പര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇന്നും നിലനിർത്തുന്നതാണ്. വടക്കേറ്റത്ത് രാസനൃത്യ, ദണ്ഡ്യനൃത്യ, ഇങ്ങോട്ടിങ്ങോട്ട് വരുമ്പോൾ കുരുവൈക്കൂത്ത് വരെ, കൈകൊട്ടിക്കളിപ്പാട്ട്, തിരുവാതിരക്കളി, ഇതെല്ലാം ഒരേ നൃത്ത സമ്പ്രദായത്തിന്റെ പല മുഖങ്ങളാണ്. തിരുവാതിരക്കളിയിൽ കൂടെ മച്ചാട്ടുകളയത്തിന് ഇപ്പുറത്തെങ്കിലും ഒരുപാട് തിരുവാതിരക്കളി പാട്ടുകളും തിരുവാതിരക്കളികളും ഒരു കാലത്ത് വളരെ പ്രചുരമായിരുന്നു. ആ തിരുവാതിരക്കളിയുടെ ഭാഗം പലപ്പോഴും കൃഷ്ണനുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വളരെയധികം വളർന്നിരുന്നതാണ്. ഇപ്പോൾ ഈ ആർദ്രാമൃതം തിരുവാതിരക്കളി സംഘം രാമായണം കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് തിരുവാതിരക്കളിയായി അവതരിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഭാരതത്തിലെ ഒരുപാട് കഥകൾ തിരുവാതിരക്കളികളായി വന്നു. കൃഷ്ണന്റെ ഒരുപാട് കഥകൾ തിരുവാതിരക്കളികളായി വന്നു. ഇപ്പോൾ ഇതാ രാമായണം മൊത്തത്തിൽ തിരുവാതിരക്കളിയായിട്ട് അവതരിപ്പിക്കുന്നത് കാലത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു കലാവിശേഷമായി തിരുവാതിരക്കളിയെ മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ അറിയുന്നത് പറയിപ്പറ്റ പന്തിരുകുലത്തെ അതിന്റെ കഥയെ തിരുവാതിരക്കളിയായി ആർദ്രാമൃതം സംഘം അവതരിപ്പിക്കുന്നുവെന്നാണ്. വളരെ അഭിനന്ദിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വളരെ കാലം നമ്മൾ ഈ കഥ കേട്ടുവന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ പരാമർശം കൊണ്ടാണ്. കുറെയൊക്കെ കൊണ്ടൂരും കുറച്ചൊക്കെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും ഒക്കെ ഈ കഥയെ സ്പർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിന്റെ ഏകാത്മധാര എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു പ്രദർശനമാണ് 12 മക്കളെ പെറ്റ ഒരമ്മയുടെ കഥ, 12 മക്കളുടെ അച്ഛനായ വരരുചിയുടെ കഥ നമ്മളെ പഠിപ്പിച്ചു തരുന്നു, നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത് ഒരൊറ്റ ആത്മാവാണ് എല്ലാ തരത്തിലും പെട്ട ജനതകളുടേത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. വാസ്തവത്തിൽ മഹത്തായ ഒരു ഭാരതീയ ദർശനമാണ് അവര് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ അവതരിപ്പിച്ചു തരുന്നത്. 42 വർഷം മുമ്പ് ഞാൻ നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത എഴുതുമ്പോൾ ഇതേ ഒരു കാഴ്ച എൻ്റെ അകമേ ഉണ്ടായിരുന്നു. ഇപ്പോഴത് കൂടുതൽ വെളിച്ചത്തിലേക്ക് തിരുവാതിരക്കളിയായിട്ട് വരികയാണ്. നിശ്ചയമായും എത്ര വിശംഭവതി ഏകനീടം, അല്ലെങ്കിൽ വസുധൈവ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്നൊക്കെ നമ്മൾ സങ്കല്പിച്ചു പോരുന്ന, പറഞ്ഞു പോരുന്ന ഒരു മഹത്തായ ആദർശം. ജനം വിഭർത്തി ബഹുധാ വിവാചസം എന്നാരംഭിക്കുന്ന അഥർവവേദ സൂക്തത്തിൽ വരുന്ന നാനാധർമ്മങ്ങളെയും ഒരുമിച്ച് ആശ്ലേഷിക്കുന്ന, ഒരേ കുടുംബമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് വലിയ സങ്കല്പം പുലർത്തിയിരുന്ന നമ്മുടെ മഹത്തായ വൈദിക പാരമ്പര്യം, ആ പാരമ്പര്യത്തിന്റെ ശരിയായ മനുഷ്യ സംസ്കാരം, ഭുവന സംസ്കാരം ലോകത്തിന് കൊടുക്കാൻ ഈ നല്ല കലാപരിപാടിയിൽ കൂടെ ഈ സഭയ്ക്ക് സാധിക്കട്ടെ എന്നും അവരുടെ കല സർവജനങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യമായി തീരട്ടെ
ഗുണകരമായി തീരട്ടെ. ആ കലയിലൂടെ പുതിയ ദർശനം അവർക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയട്ടെ എന്നും ഹൃദയംഗമമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയവും ആശംസിക്കുന്നു. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. നായർ കാരക്കൽ മാതാ ചെമ്മേ കേളുപ്പുകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടൻ അകവൂർച്ചാത്തനും പാക്കനാരും